നമ്മളിപ്പോൾ ഇങ്ങനെ സീഷർ ഇനിയിപ്പോൾ അടുത്ത വട്ടം വരാണ്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് അങ്ങനെ എടുക്കേണ്ടതായിട്ടുണ്ടോ? അത് എങ്ങനെയാണ്? എപ്പോഴും പാരൻസിന് വളരെ ഭീതിയാണ് അടുത്ത തവണ പനി വരുമ്പോൾ ജെന്നി വരുമോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക കേസുകളിലും വരാൻ സാധ്യത കുറവാണ്. പക്ഷേ പിന്നെയും ഒരിക്കൽ കൂടി വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പനിയുടെ മരുന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ തന്നെ 4 നേരമായി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു തവണ പനി വന്നു കഴിഞ്ഞാൽ 6 മണിക്കൂർ ഇടവിട്ട ഗ്യാപ്പുകളിൽ പനിയുടെ മരുന്ന് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ദേഹം നനച്ച് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. അത് തീരെ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ചെറു ചൂടുവെള്ളത്തിൽ കുഞ്ഞിൻ്റെ ദേഹം നന്നായി നനച്ച് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് പലപ്പോഴും ജെന്നി പിന്നെ വരാതിരിക്കാനായിട്ട് പ്രിവെൻഷന് വേണ്ടിയിട്ട് ഡോക്ടർമാർ 2 ദിവസത്തേക്ക് ഒരു മരുന്ന് നിർദ്ദേശിച്ച അളവിൽ കൊടുക്കാൻ പറയാറുണ്ട്. അതൊരു 12 മണിക്കൂർ ഗ്യാപ്പിൽ ആദ്യത്തെ 2 ദിവസം മരുന്ന് കൊടുക്കുന്നതും പലപ്പോഴും ഉപയോഗപ്രദമായി കാണാറുണ്ട്. മറ്റൊരു കൂട്ടം കുട്ടികൾക്ക് തുടർച്ചയായി പനി വരുമ്പോഴെല്ലാം ജെന്നി വരികയും ഇടവിട്ട് അതായത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് പനിയോടുകൂടി ജെന്നി വരികയും ചെയ്യുകയാണെങ്കിൽ മാത്രം ഒരു ന്യൂറോളജി ഡോക്ടറിനെ കണ്ടതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം ചില കണ്ടീഷൻസിൽ ഡെയിലി മെഡിസിൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അത് വളരെ അപൂർവമാണ്. സാധാരണ രീതിയിൽ പനിയോടുകൂടിയുള്ള ആദ്യത്തെ 2 ദിവസം മാത്രം മരുന്ന് കൊടുത്താൽ മതിയാകും. നമ്മൾ മെഡിസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡെയിലി കൊടുക്കുന്നില്ല മരുന്ന്, അത് നമ്മൾ ലൈഫ് ലോങ് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരും? പനി വരുമ്പോൾ എപ്പോഴും നമ്മളത് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അത് വളരെ ചെറിയൊരു ശതമാനത്തിനാണ് ഈ ഡെയിലി മെഡിസിൻ അഡ്വൈസ് ചെയ്യുന്നത്. അത് കൂടാതെ അത് നമ്മുടെ EEG എടുക്കുകയും ന്യൂറോളജിസ്റ്റിൻ്റെ അഭിപ്രായ പ്രകാരവുമാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 6 വയസ്സ് വരെ മാത്രമേ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ പനിയോടുകൂടി ജെന്നി വരാറുള്ളൂ. അതുകൊണ്ട് ലൈഫ് ലോങ് മെഡിസിൻ്റെ ആവശ്യം സാധാരണ രീതിയിൽ വരാറില്ല.